നമഃ. നമ്മുടെ ഇന്നത്തെ തിരുവാതിരക്കളി ക്ലാസ് തുടങ്ങാൻ പോവാണ്. ഇന്ന് ഒരു പുതിയ രീതിയിൽ എടുക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ എപ്പോഴും എടുക്കുന്ന രീതിയിൽ എടുക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. അപ്പം ഇന്നൊരു ഗ്രൂപ്പായിട്ട് എടുത്തിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് ഒരുവിധം നന്നായിട്ട് ചെയ്യുന്നത് സെലക്ട് ചെയ്ത് 2-3 പേരെ സെലക്ട് ചെയ്ത് അങ്ങനെ എടുക്കാം. അപ്പം നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പായിട്ട് നിന്നാൽ എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാവും. ആ സ്റ്റെപ്സ് 2 പേര് ചെയ്യുമ്പോൾ 2-3 പേര് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് അത് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഇന്ന് അങ്ങനത്തെ രീതിയിലാണ് എടുക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. ഒന്ന് കണ്ടു നോക്കൂ, എന്നിട്ട് നമുക്ക് നോക്കാം, ബാക്കി നോക്കാം. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തൊരു സ്റ്റെപ്പ് ഇന്ന് പുതിയ സ്റ്റെപ്പ് എടുക്കുകയാണ്. നമുക്ക് നമസ്കരിക്കാം. നമുക്ക് ഇന്നത്തെ സ്റ്റെപ്പ് എടുക്കാം. നമ്മളെപ്പോഴും ചെയ്ത സ്റ്റെപ്പാണ്, എന്നാലും ഒന്നുകൂടെ പറഞ്ഞുതരാം. 1 2 3 4 1 2 3 4 നമ്മൾ അങ്ങോട്ടും കൂടെ ചെയ്തു. പിന്നെ 1 2 3 4 തിരിയണം. 1 2 3 4 സാധാ നമുക്ക് വരുന്നൊരു സ്റ്റെപ്പാണ് 4 വരുന്ന സ്റ്റെപ്പ്. അതായത് 1 2 വലത് കാലാണ് ചവിട്ടുന്ന വലത് കാല്. 1 2 പ്രാവശ്യം ചവിട്ടി. 1 2 3 ഇടത് കാലം പുറകെ വെച്ചു. 4 വീണ്ടും വലത് കാലം നേരെ വെച്ചു. അതുപോലെ ഇടത് കാലം 1 2 2 പ്രാവശ്യം ചവിട്ടി. 3 വലത് കാലം പുറകെ വെച്ചു. 4 ഇടത് കാലം വെച്ചു. ഇത്രയുള്ള സ്റ്റെപ്പ്. അതാ 1 2 3 4 1 2 3 4. ഇത് ഇതേ സ്റ്റെപ്പ് തന്നെ കറങ്ങിക്കൊള്ളുന്നതാ. 1 2 3 4 കണ്ടോ. 1 2 പ്രാവശ്യം ചവിട്ടി. അതേ സ്റ്റെപ്പാണ്. 1 2 3 4 തിരിച്ചതുപോലെ അങ്ങോട്ട് 1 2 3 4. അപ്പം നമ്മൾ 3 നമ്മൾ ഇവിടെ വെച്ചപ്പോൾ 1 2 3 4 പുറകെ വെച്ചു. പക്ഷെ നമ്മൾ കറങ്ങുമ്പോൾ അവിടെ മാത്രം ചെറിയൊരു വ്യത്യാസം വരും. മുന്നിലാണ് വെക്കുന്നത്. അപ്പം 1 2 കണ്ട 3 4 എന്ന് വെച്ചു. നമ്മൾ തിരിച്ചു പോകുമ്പോൾ എങ്ങനെയാണ് 1 2 3 4 പുറകിലാണ് വെക്കുന്നത്. നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ചെയ്യുമ്പോൾ 1 2 3 4 നമ്മൾ 2 സൈഡിലോട്ട് ചെയ്യുമ്പോൾ പുറകിൽ വെച്ചിട്ടാണ് കാര്യം. ഇനി 2 സൈഡിലോട്ട് നമ്മൾ കറങ്ങി പോകുമ്പോൾ 1 2 മുന്നിൽ വെച്ച് കണ്ടോ 3 4 1 2 ഇങ്ങനെ 3 4 മുന്നിലോട്ടാണ് കാര്യം. ഇങ്ങനെ വെക്കുന്നു. നമ്മൾ മറ്റത് ഇങ്ങനെ വെക്കുന്നു. രണ്ടും ചെറിയ വ്യത്യാസമുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ കൈ എടുക്കാം. 1 2 3 4 1 2 3 4 വെറുതെ 1 2 3 4 1 2 3 4 ഇനി 1 2 3 4 1 2 3 4. അപ്പം നമ്മൾ കൈ വെറുതെ താഴെ ഇട്ടിട്ട് വീശി വെച്ചിരിക്കണം. മറ്റൊന്ന് നമ്മളിവിടെ ഇങ്ങനെ എടുക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞുതരാം. 1 2 3 നന്നായിട്ട് താഴ്ന്നു ചെയ്യണം. എന്നാലും ഭംഗിയോട് നിങ്ങൾ താഴ്ന്നേ ഇല്ല, നന്നായിട്ട് താഴ്ന്നു ചെയ്യണം. 1 2 3 4 1 2 3 4. അപ്പോൾ താഴ്ന്നു കഴിഞ്ഞാൽ കുറച്ച് ഇങ്ങോട്ട് ചെരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് ചെരിഞ്ഞു. ഇപ്പം എല്ലാവർക്കും കാല് മുട്ടുവേദന നടുവേദന ഒക്കെ ഉള്ള ആളുകളാണ് എല്ലാവരും. എന്നാലും കുറച്ച് ചെരിഞ്ഞ് ഭംഗിയായിരിക്കും. 1 2 3 4 1 2 3 4. ഇനി അടുത്തത് 1 2 3 4 1 2 3 4. തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു വിടണം. മനസ്സിലായല്ലോ? ഒരു പ്രാവശ്യം വെച്ച് കാണിച്ചു തരാം. 1 2 3 4 1 2 3 4. ഇനി അടുത്തത് 1 2 3 4 1 2 3 4. മനസ്സിലായല്ലോ? നിങ്ങൾ ചെയ്തു നോക്കൂ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചെയ്തു നോക്കൂ. റെഡി. 1 2 3 4. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചെയ്തു നോക്കൂ. റെഡി. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3. കാരണം 1 2 തിരിച്ചിങ്ങോട്ട് വരണം. ഒരു പ്രാവശ്യം കൂടെ. ഇവിടെ 2 പേരും ചിരിച്ചുള്ളൂ, ഒരാളും ചിരിച്ചില്ല. ചെയ്തോളൂ. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ 1 2 3 4 കൈ ഇവിടെ തന്നെ ഇട്ടാൽ മതി. ഒരു പ്രാവശ്യം ഇടയ്ക്ക് കൈയൊക്കെ ഇങ്ങനെ വന്നു. ഒന്നുകൂടി ചെയ്യാം. ചെയ്തോളൂ.
1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ശരി, മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ നിങ്ങൾ ചെയ്ത് തന്നെ ഫൈനൽ ഞാൻ രണ്ടുപേരെ കൊണ്ട് ഇപ്പോൾ ചെയ്യിപ്പിക്കും. അത് നിങ്ങൾ ഒന്നുകൂടെ നോക്കിയിട്ട് കറക്റ്റ് ആക്കണം കേട്ടോ. ഓക്കെ, ഇപ്പൊ പഠിച്ചില്ല സ്റ്റെപ്പ്, ഒന്ന് ചെയ്ത് നോക്കും. റെഡി, ചെയ്തോളാം. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഒരു രണ്ട് പ്രശ്നം ചെയ്തോളൂ ഇത് തന്നെ. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. നന്നായിട്ട് മനസ്സിലായല്ലോ, ഒട്ടും സംശയമില്ലല്ലോ അല്ലേ? ശരി, ഈ സ്റ്റെപ്പ് മനസ്സിലായി നിങ്ങൾക്ക്. അപ്പം നിങ്ങൾ ചെയ്തത് ചെറിയ മിസ്റ്റേക്സ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ രണ്ടുപേരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അതൊക്കെ കറക്റ്റാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. അതും ഒന്നും ചെയ്യാം. നമ്മൾ ഫേസ് ടു ഫേസ് നിൽക്കുകയാണ് എല്ലാവരും, തമ്മിൽ കണ്ട് നമ്മൾ റൗണ്ട് ചെയ്തിട്ട് ഫേസ് ടു ഫേസ് നിൽക്കണം. അപ്പം നമ്മൾ ആദ്യം വലത് കൈയും വലത് കാലും, ആദ്യം കാല് പറഞ്ഞുതരാം. 1 2 നമ്മൾ 3 4 അങ്ങോട്ട് പോകണം കേട്ടോ. അപ്പം 1 2 3 4 തിരിച്ചതുപോലെ തന്നെ 1 2 3 4. അതായത് കാല് 1 നമ്മൾ താഴ്ന്നു കൊടുത്തു. 1 ഇനി കാല് വലത് കാല് താഴ്ന്ന് വലത് കാല് മുന്നിലോട്ട് വെച്ചു. 2 3 ഇടത് കാല് 4 വീണ്ടും 1 2 3 4. ഇതാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കൈയും വലത് കാലും വലത് കൈയും ഇതുപോലെ തന്നെ ഒന്ന് ചരിഞ്ഞു കൂട്ടും. 1 കണ്ടോ, അങ്ങനെ ചരിഞ്ഞു കൂട്ടാം. 1 2 3 4 1 2 3 4. അപ്പം നമ്മൾ സൈഡിൽ നിന്ന് കഴിയുമ്പോൾ ചെയ്യും 1 2 3 4 1 2 3 4. അപ്പുറത്തെ ആ സൈഡ് നിൽക്കണം, ഈ സൈഡ് നിൽക്കണം, ആകെ എല്ലാവരുടെയും. അപ്പം നമ്മൾ എത്ര പേരുണ്ടോ അവരുടെ എല്ലാം ആദ്യം വലത് കൈയും വലത് കാലും, രണ്ടാമത് ഇടത് കൈയും ഇടത് കാലുമാണ്. അപ്പം ഇവിടുത്തെ ആളുടെ വലത് കൈയാകുമ്പോൾ മറ്റേ ആൾ എവിടെയായിരിക്കും? ആ സൈഡായിരിക്കും ഇല്ലേ? അത് നോക്കിയാൽ മതി. 1 2 3 4 1 2 3 4. അപ്പം ഞാൻ ഇവിടെ നിന്നപ്പോൾ ഞാൻ ഇങ്ങോട്ടല്ലേ പോയത്, ചിലപ്പോൾ സംശയം കാണും നിങ്ങൾക്ക്. അപ്പം ഇനിയിപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുകയാണെന്ന് വെച്ചോളൂ. അപ്പം ഞാൻ എന്ത് ചെയ്യും? 1 2 3 4 1 2 3 4. മനസ്സിലായല്ലോ അല്ലേ? ഇപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ വലുത് കൈ ഈ സൈഡ് നിൽക്കുന്ന ആളുകൾ വലുത് കൈ ഇങ്ങോട്ടാണ്, ഇതല്ലേ വലുത് കൈ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത്. ഇതെടുത്ത് നമ്മൾ ഇങ്ങോട്ട് വന്നു. അപ്പം എൻ്റെ വലുത് കൈ ഇതാണ്, ഈ സൈഡ് നിൽക്കുമ്പോൾ കണ്ടോ വലുത് കൈ. കൊച്ചു കുട്ടികളെല്ലാം നിങ്ങൾ എന്തായാലും പറഞ്ഞിട്ട് ഇതല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 1 2 3 4 1 2 3 4. ഇവിടെ നിൽക്കുന്ന ആൾ അതുപോലെ തന്നെ 1 2 3 4 1 2 3 4. ഇത്രയേ ഉള്ളൂ സ്റ്റെപ്പ്. വളരെ സിമ്പിൾ സ്റ്റെപ്പാണ്. നമ്മൾ ചെയ്യുമ്പോൾ ഒന്നിങ്ങനെ താഴ്ന്നു നോക്കണം, കടന്ന് പറഞ്ഞു. അപ്പം 1 2 3 4. അതുപോലെ ഇങ്ങോട്ടും 1 2 3 4. ആ ഒരു ചരിവും അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇതിന് ഭംഗിയുണ്ടാവുള്ളൂ. വെറുതെ നിന്ന് 1 2 3 4 1 2 3 4 ചെയ്താൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം. വരുമ്പോൾ നിങ്ങൾ ചെയ്യും. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. മനസ്സിലായല്ലോ നമുക്ക്? അപ്പം നമ്മൾ ബാക്കിയുള്ള വരുമ്പോൾ അപ്പം നമുക്ക് അകത്തൊരു ചെറിയ റൗണ്ട് വരുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഈ ഓരോ ഇടവിട്ട് വരുമ്പോൾ ഒരാൾ അകത്ത് വരും, ഒരാൾ പുറത്തിട്ടു. അപ്പം അകത്ത് വരും ചെറിയൊരു റൗണ്ട് വരും, പുറത്ത് അതുപോലെ തന്നെ വരും. ഒരു പ്രാവശ്യം ചെയ്യാം. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4.
അപ്പൊ നമ്മൾ തമ്മിൽ ആരും നോക്കിയില്ലല്ലോ. 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. നന്നായിട്ട് മനസ്സിലായല്ലോ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. ശരി, ഇതോടും ഇപ്പൊ പഠിച്ചതാണ്. 1 2 3 4 തമ്മിൽ നിർമ്മിച്ചിരിക്കണം. 1 2 3 4. ഒന്നും കൂടെ. 1 2 3 4. 1 2 3 4. ആ 4 സ്റ്റഡി ആയിട്ട് നിൽക്കണം. ഇച്ചിരി താഴ്ന്നു നിൽക്കണം. അപ്പൊ 1 2 3 4 നോക്കി അല്ലേ? ഇനി 1 2 3 4 ചെറുതായിട്ട് നടന്നു. ഭയങ്കര കാണണം, കുറച്ച് നടന്നു. ചെയ്തോളൂ. 1 2 അങ്ങോട്ടാണ് 3 4 1 1 2 3 4. ചിരിക്കൂ. ഒന്നും കൂടെ. 1 2 3 4 1 2 3 4. മനസ്സിലായില്ലേ? കുറച്ചുകൂടെ ശരിയാക്കായിരുന്നു. മനസ്സിലായി. പക്ഷെ നമ്മൾ ആ കയ്യൊക്കെ എങ്ങനെ വരുന്നത് ഇച്ചിരി ഭംഗിയാക്കണം. അത്രേ ഉള്ളൂ. അതൊക്കെ ഭംഗിയാക്കണം കേട്ടോ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നിർത്താം. ഇവിടെ നിർത്താം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും ഇത് നന്നായിട്ട് പഠിച്ചു എന്ന് തോന്നുന്നു. നന്ദി. നമ്മുടെ തിരുവാതിരക്കളി ക്ലാസ് കണ്ടല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നെടുത്ത രീതിയിൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയെന്ന് കമൻറ്റ് ഇടുക. ഇത്ര നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി. നമസ്കാരം.